ഹലോ, നമസ്കാരം കൂട്ടുകാരെ. അപ്പം നിങ്ങൾ ആദ്യം ഇതൊന്ന് കേക്ക്. താല്പര്യം എടാ, രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ താല്പര്യവും ഒക്കെ നീയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കാനുള്ളത്. വിസ്മയെ പഠിപ്പിക്കുന്നു. വിദേശത്ത് പഠിച്ചത് കാരണം വിസ്മയ എന്ന് പറയുന്നില്ല, മായ തേങ്ങ. വിസ്മയ്ക്ക് രാജ്യത്തോട് കൂറില്ല. ആലോചിച്ചൊക്കെ നസ്യമായി വിസ്മയ്ക്കെതിരെ വാചകം അടിക്കുന്ന മേജർ. പിന്നെ വേറൊരാളെ ഞാൻ പറയുന്നില്ല, മറ്റേ കോഴിക്കോട്ട് അല്ല തൃശ്ശൂർ എവിടെയോ ലേലുലു എന്ന് പറയുന്ന ഒരു ഒട്ടകം ഉണ്ടല്ലോ. ഈ ഒട്ടകവും ചപ്പും ചവറും ചുണ്ണാമ്പുകളും എല്ലാം കൂടെ ചേർന്ന് നമ്മളെ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നിട്ട് അതിനെല്ലാം പറയുന്നത് രാജ്യസ്നേഹം. ഇവൻ്റെയൊക്കെ കുടുംബവകയാണ് രാജ്യസ്നേഹം. നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്ക് സ്നേഹമില്ലേ? ഇവനൊക്കെ അധികാരത്തിൽ വന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവന്മാർ ഭരിക്കുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം വരുന്നത്. പറഞ്ഞാൽ കൂടിപ്പോവും എന്തായാലും. എന്നിട്ട് പറയുക, വിസ്മയ അഭിനയിച്ച സിനിമ വന്നാൽ ഞങ്ങൾ കാണില്ല. നേടാ 40 വർഷമായി മോഹൻലാൽ സിനിമയിൽ വന്നിട്ട്. അന്ന് നീയൊക്കെ സിനിമ കണ്ടിട്ടല്ല മോഹൻലാൽ. ഞാൻ ഉൾപ്പെടെ പലരും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ പൊട്ടിത്തെറിച്ച് പറയുന്നത്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതും ഇതുപോലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അവസാനം വരെ കാണുക. നമ്മുടെ അഭിപ്രായം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവതരിപ്പിക്കാം, കാണാം. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ പറയുക. അതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. അതോടെ നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലായിരുന്നു. വീഡിയോ ചെയ്യാത്ത മറ്റൊന്നുമല്ല, യൂട്യൂബിൽ വ്യൂസൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിനൊരു ഇത് ഉണ്ടാവുമല്ലോ, വീഡിയോ ചെയ്യാനൊരു മടുപ്പ്. അതെനിക്കും ബാധിച്ച്. അപ്പോൾ ഞാൻ അത് കുറച്ചൊക്കെ വീഡിയോസ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി, എല്ലാവരുടെയും ലൈഫിൽ ഈ ഒരു ഡൗൺഫോൾ സംഭവിക്കും. നമ്മൾ അതിൽ നിന്നും മുന്നോട്ട് വന്നാലാണ്. നിങ്ങൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ വേണ്ടി പറയുകയാണ്, ആ ഒരു സമയത്ത് നമ്മൾ പതറാതെ മുമ്പോട്ട് പോയാൽ നമുക്ക് ഒരു പക്ഷേ കുറച്ച് സമയം എടുത്തേക്കാം, വിജയിക്കാൻ പറ്റും. നിങ്ങൾ സപ്പോർട്ട് തരുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. നമ്മുടെ താത്വിക ആചാര്യനായ നമ്മുടെ സ്വന്തം ശാന്തിവിളി ദിനേശ് ചേട്ടൻ്റെ വീഡിയോ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാക്കി അപരാധം അതിനകത്ത് കേൾക്കാം. നമ്മുടെ രാജ്യത്ത് നടക്കുന്നതൊന്നും അറിയാത്ത ഒരൊറ്റ വർഗ്ഗമേ ഉള്ളൂ, അത് മലയാളത്തിലെ സിനിമാക്കാരാണ്. അവർ ലഹരിയും ഉപയോഗിച്ച് പുതിയ കഥകൾ കേട്ടും ഉദ്ഘാടനത്തിന് ഡേറ്റ് നൽകി ഭൂട്ടാനിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന കാറിന് ഇപ്പോൾ എത്രയാണ് വില എന്നൊക്കെ ചർച്ച ചെയ്ത് കാലം കഴിക്കുന്ന പാർട്ടീസാണ്. ഈ നാട്ടിൽ നടക്കുന്നതൊന്നും അവർക്കറിയേണ്ട ഒരു കാര്യമില്ല. 10 തലമുറയ്ക്ക് കാശ് സമ്പാദിച്ചാൽ മക്കൾ അതുകൊണ്ട് നന്നായി ജീവിച്ചോളും എന്നായിരിക്കണം ഇവർ കരുതുന്നത്. കോമഡി സിനിമാക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മലയാള സിനിമയിൽപ്പെട്ട ഇപ്പോൾ ഉള്ള കുറച്ച് ആക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ വെള്ളിത്തിരയിൽ കോർമയെ കൊള്ളിക്കുന്ന പലരും ആരായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നാടിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു വാക്ക് കമാന്ന്, അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് അതറിയാലോ. തൃപ്തിപ്പെടുത്തുക, അതായത് രാഷ്ട്രീയക്കാരെയും അവരുടെ അണികളെയൊക്കെ തൃപ്തിപ്പെടുത്തുക. ഇനി അവരുടെ ഫാൻ ബേസിന് ഒരു ഇടിവ് വന്നാലോ, ഇവരുടെ രാഷ്ട്രീയത്തിന് അതൊരു ഇടിവ് വന്നാലോ എന്ന് ഭയന്നിട്ടായിരിക്കാം ഒരുപക്ഷെ അവർ എന്തെടുക്കുന്നത്, മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ നട്ടലുള്ളത് ഞാൻ പറയും തമിഴ്നാട്ടിലെ സൂര്യ, അതാണ്ട് ഇപ്പോൾ വിജയ്, ഇവരെ പോലൊക്കെ ഉള്ളവരാണ്. അവർ അഭിനയിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട അവരുടെ സിനിമ കണ്ടാൽ മതി. അവർ നിർബന്ധിക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയം അവർ പബ്ലിക്കായിട്ട് പറയും. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ അംഗീകരിച്ചാൽ മതി. ഇവിടെ കുറേ മലയാളത്തിൽ കുറേ നടന്മാരുണ്ടായിരുന്നു, ഉണ്ട് ഇപ്പോഴും. കാമാന്നൊരക്ഷരം ലോകത്ത് ആകാശം ഇടിച്ച് വീണ് കഴിഞ്ഞാലും ഒരക്ഷരം മിണ്ടത്തില്ല. എന്നെ അതിശയിപ്പിച്ചത്, ഞങ്ങളിതൊക്കെ അറിയുന്നുണ്ടെന്ന് നമ്മുടെ താരരാജാവ് മോഹൻലാലിൻ്റെ മകൾ വിസ്മയയും ടൊവിനോ തോമസും പാർവതി തെരുവോത്തും ജോജു ജോർജും കുഞ്ചാക്കോ ബോബനും ഒക്കെ പ്രതികരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും പേരെങ്കിലും പ്രതികരിക്കാൻ ഉണ്ടായല്ലോ. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന പാവങ്ങളുടെ പ്രതീക്ഷകളെയാണല്ലോ നിരുത്തരവാദപരമായി തല്ലിക്കെടുത്തുന്നത്. തീർച്ചയായിട്ടും എനിക്കും ഒരുപാട് സന്തോഷം തോന്നി. ഇതിനകത്ത് മോഹൻലാൽ ഈ കാര്യങ്ങളിൽ കേരളത്തിൽ നടന്നയായാലും ഇന്ത്യ നടന്നയായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും തുറന്നിട്ടില്ലെങ്കിലും ആ പെണ്ണ്, മോഹൻലാലിൻ്റെ മോള്, ആ പെൺകൊച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞ് അതിനകത്ത് താങ്ങി പിടിച്ചുകൊണ്ട് വേറെ ഒരാൾ വന്നാൽ അത് നമുക്ക് സംസാരിക്കാം, അത് പോട്ടെ. ആ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് നമ്മളെന്തായാലും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ടൊവിനോ തോമസിൻ്റെ ഒരു നിലപാട് നമുക്ക് പലപ്പോഴും അറിയാമല്ലോ. അദ്ദേഹം പല കാര്യങ്ങളിലും പലപ്പോഴായി എല്ലാത്തിലും, ഈ ഒരു വിഷയത്തിലല്ല, പ്രളയം വന്നപ്പോഴാണേലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറയാറുണ്ട് എന്നുള്ളത്. നട്ടലുള്ള ഒരു നായകൻ തന്നെയാണ് അദ്ദേഹം എന്ന് പറയാം. പിന്നെ വേറൊരു കേസ് കേട്ട് ഈ പറയുന്ന പാർവതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സിനിമയിൽ നിന്ന് അവരെ പല കാരണങ്ങൾ കൊണ്ട് ഔട്ടാക്കിയെങ്കിലും പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിലപാടുകൾ വളരെ ശക്തമായി എടുക്കുന്ന അവരെ എല്ലാം നമ്മൾ അംഗീകരിക്കുന്നൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങളെ അവരോട് വിയോജിപ്പുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാർവതിക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. കാര്യം
അവർ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു നല്ല അഭിനേത്രിയാണ് എന്ന് തന്നെ പറയാം. പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു ഇങ്ങനെയുള്ള ഇഷ്യൂവിൽ ഇപ്പോഴാണ് കാണുന്നത്. കുഞ്ചാക്കോ ബോബൻ പ്രതികരിച്ച് കാണുന്നത് വളരെ വളരെ നല്ല കാര്യമാണ് കേട്ടോ. വരണം, പുതിയ തലമുറയിൽപ്പെട്ട നായകന്മാരെങ്കിലും വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അഭിനയിക്കുന്ന സിനിമ കണ്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് എന്നെങ്കിൽ വന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഫാൻസ് മതിയല്ലോ. ഇതിപ്പം സെലിബ്രിറ്റികളൊക്കെ ഇനി അങ്ങോട്ട് കാലങ്ങളിൽ ഇപ്പോൾ റീൽ ചെയ്യുന്ന പിള്ളേരൊക്കെ വന്ന് വാഴയൊക്കെ കണ്ടില്ലേ വിജയിപ്പിച്ചിട്ട് പോയാൽ, അതേപോലെ പടങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ വലിയ ഭയമൊന്നും വേണ്ട, നിങ്ങൾ അഭിനയിക്കുക, ഇഷ്ടപ്പെട്ടാൽ അത് കാണും ജനങ്ങൾ, അതല്ലെങ്കിൽ കാണത്തില്ല. പിന്നെ നിങ്ങൾ മൂടി വെക്കുന്നതുകൊണ്ട് നിങ്ങൾ അഭിനയിക്കുന്ന എല്ലാ പടവും ഹിറ്റ് ആവുന്നില്ലല്ലോ. നല്ല കഥയുള്ളതും നല്ല സിനിമ മാത്രമേ വിജയിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട. നിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നതിൽ വിയോജിപ്പുള്ളവർ അതിനോട് വിയോജിക്കുമായിരിക്കും. അതിൻ്റെ പേര് ചിലപ്പം ഒരു 1005 പേരോ 10 പേരോ പടം കാണത്തില്ലായിരിക്കും. അല്ലാതെ നല്ല പടമാണെങ്കിൽ ഏത് രാഷ്ട്രീയമാണെങ്കിലും എല്ലാവരും കാണും. ഇപ്പോൾ സുരേഷ് ഗോപി ഒരു പടത്തിൽ അഭിനയിച്ച് അദ്ദേഹത്തിനോട് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും വിയോജിപ്പുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ പടം നമ്മൾ കാണത്തില്ലയോ? കാണും. കാര്യമുണ്ട്, സിനിമ വേറെ രാഷ്ട്രീയം വേറെ. പക്ഷേ ഇവിടെ ചിലർക്ക് അത് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും പേടിയാണ്. ബാക്കിയൊക്കെ സ്വന്തം പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയോ എന്നാണ് മോഹൻലാലിൻ്റെ മകൾ വിസ്മയെ ചോദിച്ചത്. ആ ചോദ്യത്തെ ടൊവിനെയും ജോജയും പാർവതി തിരുവോത്തും ഒക്കെ പിന്തുണച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ കോൺഗ്രസ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് ഔദാര്യങ്ങൾ പറ്റുന്ന കുറേ ഉണ്ണാക്കന്മാരുണ്ട്. ഒരക്ഷരം ഇത്തരം പ്രശ്നങ്ങൾ ഡൽഹിയിൽ നടന്നിട്ട് മിണ്ടിയിട്ടില്ല, അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കത്തില്ല. കാരണം അവരുടെ കശത്തിരിക്കുന്നത് പോയാലോ. എന്നാൽ ഇവരൊക്കെ കോടികളുണ്ടാക്കി. ഇനി ഇവർക്കൊക്കെ എന്താണ് നേടാനുള്ളത്? ഫെയിമിന് ഫെയിമുണ്ട്, കാശിന് കാശുണ്ട്. ഇനിയെങ്കിലും അവരുടെയൊക്കെ അഭിനയം കാലം തീർന്നെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ ആളില്ല. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള പൊതുവായ രാജ്യത്തൊരു പ്രശ്നം നടക്കുമ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ ആ തിരുവാകൾ തുറന്നൊന്ന് പറയുന്നതിൽ എന്താണ്? വന്ന ചെറുപ്പക്കാരെയൊക്കെ പറയുന്നത് കണ്ടില്ലേ? ഈ ജോർജിനെ കുറിച്ചുള്ള പോലൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹം പബ്ലിക്കായിട്ട് മറ്റ് സമരത്തിനെതിരെ പ്രതികരിച്ചില്ലേ? അതിൻ്റെ പേരിൽ എന്താ അദ്ദേഹത്തിൻ്റെ പടം ആരും കാണാൻ പോകുന്നില്ല? അതൊന്നും ഇല്ലെന്ന്. നിങ്ങളുടെ അതൊരു മൂഢമായ ചിന്തയാണ്. ഇനിയുള്ള കാലത്ത് നിലപാടുള്ളവർക്ക് ഒപ്പേ ജനങ്ങൾ നിൽക്കത്തുള്ളൂ. പറയുന്നത് ഞാൻ ഉൾപ്പെടെയാണെങ്കിലും ഇതൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് ഈ ടോവിനോ തോമസിനോട് എന്താണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ യോജിക്കുന്ന ഒരു വ്യക്തിയൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് റെസ്പെക്റ്റ് ആണ് ഉണ്ടായത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും വലിയൊരു സമരത്തെ പിന്തുണച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചല്ലോ വെട്ടിത്തുറന്ന്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ ഒരു കേസായിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്ത ആ ഒരു വിഷയം. അതിനകത്ത് എൻ്റെ ലൈഫിൽ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടു വളർന്ന എൻ്റെ കുറേ കൂട്ടുകാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ അത് വെച്ചേക്കാം, നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഈ പഠിക്കുന്നവരെ കുറച്ച് പേരുടെ ബുദ്ധിമുട്ടുകൾ. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് അനുഭവിച്ച എൻ്റെ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് പേരുടെ അനുഭവങ്ങളാണത് പറയുന്നത്. അതുകൂടെ നിങ്ങളൊന്ന് പറ്റുന്നവരെല്ലാം കാണണം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മക്കളുടെ അവസ്ഥകളാണ് അതിനകത്ത്. ഒരുപാട് നിങ്ങൾക്ക് ഒരു പക്ഷേ കണക്റ്റ് ആവും അവരുടെ ഞാൻ പറയുന്ന കുറച്ച് ഇച്ചിരി സമയമുള്ളൂ. അത് ഫേസ്ബുക്കിലേക്ക് ഒരു റീലായിട്ട് ചെയ്ത വീഡിയോ ആണത്. അപ്പം അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കണം അവസാനം. പിന്നെ അതിനകത്ത് കുറച്ച് സ്റ്റോറി ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ കഥ, പഠിക്കാൻ വേണ്ടി അവരെടുത്ത കഷ്ടപ്പാട്, പഠിച്ച് അവർ നേടിയ വിജയത്തെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. ഇതിന്റെ ബാക്കിയൂടെ കേൾക്കാം. പ്രകാശ് രാജ് എന്ന നട്ടല്ലുറപ്പുള്ളവൻ്റെ പ്രസക്തി പാർട്ടികൾക്ക് പിന്തുണ പരസ്യമായി അറിയിക്കാൻ പ്രകാശ് രാജ് ഡൽഹി ചെന്നു. ഷബന ആസ്മി അദ്ദേഹത്തെ സ്വീകരിച്ചു. വിദ്യാർത്ഥികൾ ആവേശത്തോടെ പ്രകാശ് രാജിനെ വാനോളം ഉയർത്തി. ഇതൊക്കെ ഉണ്ണാക്കന്മാർ കാണട്ടെ എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത, ഈ മോഹൻലാലിനൊന്നും നാണമില്ല കേട്ടോ. മോഹൻലാലിൻ്റെ ഒരു പടം വന്നല്ലോ, ഇപ്പോൾ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്തൊരു പടം വന്നല്ലോ, എമ്പുരാൻ. ആ പടം കണ്ടിട്ട് പുറത്തിറങ്ങി മല്ലിയ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മവും കൊടുത്ത് ഇന്ദ്രജിത്തിനെയും കെട്ടിപ്പിടിച്ച് രാജുവിനോട് എനിക്ക് അസൂയ തോന്നുന്നു, ഇതുപോലൊരു സിനിമ എടുക്കാൻ മഹാഭാഗ്യം വേണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വീട്ടിൽ ചെന്നിരുന്നിട്ട് രാജ്യദ്രോഹ ചിത്രമാണിത് എന്ന് പറഞ്ഞ് എമ്പുരാനെതിരെ നീങ്ങിയ മഹാനാണല്ലോ നമ്മുടെ മേജർ. സത്യം പറഞ്ഞാൽ മോഹൻലാലിനൊന്നും സുരേഷ് കുമാറിനെ പോലുള്ള ഒരാളെയും വേണ്ട. മേജറിലേക്ക് വരാം. മേജർ ഒരു മേജറല്ല, അദ്ദേഹം ഒരു മൈനറാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ പ്രകാശ് രാജിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹം കഥാപാത്രമായി പല വില്ലൻ വേഷങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ,
റിയൽ ലൈഫിൽ റിയൽ ഹീറോയാണ്. എന്തും വേണ്ടി റീൽസാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നേക്കുന്നത്. മില്യൺ കണക്കിന് വ്യൂസും സപ്പോർട്ടും. അദ്ദേഹം ഈ കാര്യത്തിൽ മാത്രമല്ല, പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട്, രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പുകൾ, മതശ്രദ്ധ വളർത്തുന്നതിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞ നല്ല ഒരു കലാകാരനാണ്, നല്ല ഒരു പൗരൻ കൂടിയാണ് അദ്ദേഹം. ഈ പറയുന്നത് പോലെ നമ്മളൊക്കെ ഇവിടെ ഇട്ട് വായിട്ട് അലച്ചാൽ എത്ര പേര് കേൾക്കാനാ? അതുപോലല്ല മെയിൻ സ്ട്രീമിൽ നിറഞ്ഞു നിൽക്കുന്ന അവരെ പോലുള്ള സെലിബ്രിറ്റികൾ ഒരു വാക്ക് പറയുന്നത്. അത് ഒരുപാട് പേരിലേക്ക് എത്തും, ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ ആ കുട്ടികൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു സ്വീകാര്യത നിങ്ങൾ കണ്ടില്ലേ? നട്ടെല്ലുണ്ടെന്ന് പറഞ്ഞ സത്യമാണ്. ഈ ഞാൻ കണ്ടതിൽ വെച്ച് നമ്മുടെ മലയാളത്തിലുള്ള നടന്മാരെ അപേക്ഷിച്ച് തമിഴ്നാട്ടിലൊക്കെ ഉള്ളവർ നടന്മാർ, ഇന്ത്യ മൊത്തത്തിൽ എടുത്താൽ തന്നെയും ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇടപെടുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ആക്ടേഴ്സാണ് ആര്? ഈ പറയുന്ന തമിഴിലെ മിക്കവാറും ഉള്ള ആക്ടേഴ്സ്. എല്ലാവരും അതെന്ന് പറയുന്നില്ല, എങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാവരും. കാര്യം അവരുടെ ഈ സിനിമയും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറെക്കുറെ ഒരുമിച്ച് പോകുന്ന, ഒരേ പാതയിൽ പോകുന്ന സംഭവമാണല്ലോ. അതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ നമ്മുടെ കേരളത്തിൽ എന്തുവാ, സിനിമയും മയക്കുമരുന്നോടാ ഒരുമിച്ച് പോകുന്നത്, രാഷ്ട്രീയമൊന്നുമല്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് ഈ മൈനർ രവിയെ കുറിച്ചൊന്ന് പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാം. കലർപ്പില്ലാത്ത ജനസംഘക്കാരനായ RSSകാരനായ BJPക്കാരനായ സുരേഷ് കുമാറിനെ ഒന്നും മോഹൻലാലിന് വേണ്ട. അപ്പം കാണുന്നതിന് അപ്പം എന്ന് വിളിക്കുന്നവന്മാർ മതി മോഹൻലാലിന്. ആ മേജർ ഇന്ന് വിസ്മയെ തിരുത്തുന്നു. വിദേശത്ത് എവിടെ പോയി പഠിച്ചതുകൊണ്ട് വിസ്മയുടെ തലയിൽ ആൾ താമസമില്ല. രാജ്യ താല്പര്യം, രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ താല്പര്യമൊക്കെ നീയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കാനുള്ളത്. വിസ്മയെ പഠിപ്പിക്കുന്നു. വിദേശത്ത് പഠിച്ചത് കാരണം വിസ്മയ എന്ന് പറയുന്നില്ല, മായ തേങ്ങ. വിസ്മയ്ക്ക് രാജ്യത്തോട് കൂറില്ല. ആലോചിച്ചോക്കെ, നാണത്തിൻ്റെ തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ മിസ്റ്റർ മോഹൻലാൽ, നിങ്ങൾ വീണ്ടും ഈ മനുഷ്യൻ്റെ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ആൻ്റണി, അങ്ങനെ മോഹൻലാൽ ഈ മനുഷ്യന് ഇനി ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അന്ന് മോഹൻലാലുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം. സ്വന്തം ചോരയിൽ ജനിച്ച മോളെ കൊത്തിക്കീറി പറിക്കാനായിട്ട് പരസ്യമായി വിസ്മയ്ക്കെതിരെ വാചകം അടിക്കുന്ന മേജർ. പിന്നെ വേറൊരാളെ ഞാൻ പറയുന്നില്ല, മറ്റേ കോഴിക്കോട്ട് അല്ല തൃശ്ശൂർ എവിടെയോ ലേലുലു എന്ന് പറയുന്ന ഒരു ഒട്ടകം ഉണ്ടല്ലോ. ഈ ഒട്ടകവും ചപ്പും ചവറും ചുണ്ണാമ്പുകളും എല്ലാം കൂടെ ചേർന്ന് നമ്മളെ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നിട്ട് അതിനെല്ലാം പറയുന്നത് രാജ്യസ്നേഹം, ഇവൻ്റെയൊക്കെ കുടുംബവകയാണ് രാജ്യസ്നേഹം. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്തൊന്നും പറയാനില്ല, ഒന്നും കൂട്ടാനുമില്ല കുറയ്ക്കാനുമില്ല. കൂട്ടിയാലും കുഴപ്പമില്ല, കുറയ്ക്കാനും ഒന്നുമില്ല. ഈ മേജർ രവിയും അവരെ പോലുള്ളവരാണ് രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്. അവരുടെ രാഷ്ട്രീയത്തിനോട് യോജിക്കാത്തവർ, അല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്നവരെല്ലാം രാജ്യദ്രോഹികൾ. ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ രാജ്യത്ത് ജനിച്ചവരാടേ, തലമുറകളായിട്ട് ഞങ്ങളെല്ലാം ഇവിടെ ജീവിച്ചു വരുന്നവരാണ്. മുസ്ലിങ്ങളായതുകൊണ്ടോ ക്രിസ്ത്യാനികളായതുകൊണ്ടോ ഹിന്ദുക്കളായതുകൊണ്ടോ ആരും, അല്ലെ മറ്റ് മതസ്ഥരായതുകൊണ്ടോ അവരൊന്നും ഈ രാജ്യക്കാരല്ലാതാവുന്നില്ല. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വലിയ ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ പല ജാതിക്കാർ കാണും, മതക്കാർ കാണും, മതമുള്ളവൻ കാണും, ഇല്ലാത്തവൻ കാണും. എല്ലാവരുടെയും ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അവിടെ നിങ്ങൾ മാത്രമാണ് രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞാൽ അതെന്തൊരു മര്യാദകേടാണ്. അല്ലെങ്കിൽ തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മൈനർ രവിക്കാൻ എന്താണ് അവകാശം? ഈ കേരളത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ മേജറായിട്ട് തിരിച്ചു വന്നത്. നമ്മളെ അടുത്ത് തന്നെയൊക്കെ ഉണ്ടെന്ന്. നമ്മുടെ അടുത്ത് ഇപ്പം സുബൈദറായിട്ട് റിട്ടയർ ചെയ്തു വന്ന അഷറഫൊക്കെ ഉണ്ട്. ആ അഷറഫക്കായെ കൊച്ചു നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മേജർ രവിയൊക്കെ എവിടെ കിടക്കുന്നെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുപോലെ എത്രയോ പേരുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ബിന്ദുകുമാർ എന്ന് പറഞ്ഞ ഒരു അണ്ണനുണ്ടായിരുന്നു. രക്തസാക്ഷിത്വം വഹിച്ച പുള്ളി, BSFിലായിരുന്നു പുള്ളി. വെടിയുണ്ടാ മരിച്ചത്. ഇന്നും ചരമവാർഷികം ആഘോഷിക്കാറുണ്ട്. നിങ്ങൾ ഈ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് പേരുടെ മാത്രമൊന്നുമല്ല, അതെല്ലാ ജനങ്ങൾക്കും ഉണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന. നിങ്ങൾ പിന്നെ ഈ പറയുന്ന നിങ്ങളെ അന്ധമായി വിശ്വസിക്കുന്ന കുറച്ച് പേർക്ക് കണ്ണി പൊടിയിടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ നിങ്ങൾ എന്തോ പറഞ്ഞാലും വിശ്വസിക്കുന്ന കുറച്ച് പേർക്ക് പിന്നെ മരുന്നിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന വികാരം കത്തിക്കാൻ വേണ്ടി രാജ്യസ്നേഹം എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഒട്ടും രാജ്യസ്നേഹമില്ലാത്ത ഇങ്ങനെ പറയുന്നവർക്കാണ് ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ലെന്ന് പറയത്തില്ലേ, അത് തന്നെ അവസ്ഥ. ഇങ്ങനെയുള്ളവരൊക്കെ വേണമെന്ന് സത്യം പറഞ്ഞാൽ ഈ ദിനേശ് അണ്ണനെ പോലെയൊക്കെ ഉള്ളവർ വരണം. അങ്ങേരൊക്കെ വന്ന് ഇതുപോലെ സിനിമാ മേഖലയിൽ നിന്ന് പലരും വന്ന് സംസാരിക്കണം ഇവർക്കെതിരെ. പിന്നെ മോഹൻലാലിനെ സംബന്ധിച്ച്, മോഹൻലാലിന് ഇതൊന്നും ആരെന്ത് പറഞ്ഞാലും ഒരു കാര്യമൊന്നുമില്ല. ഒരു നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഈ സിനിമയ്ക്കകത്ത് വന്നിട്ട് ഭയങ്കര രീതിയിൽ അഭിനയിക്കും, ഈ മോഹൻലാലാണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഒക്കെ. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ മൗനി ബാബകളായിട്ട്
ഇരിക്കത്തേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ നമ്മുടെ ശാന്തിയോട് തന്നെ പറയുന്നതിൻ്റെ തൊട്ട് എല്ലാവരും മൗനീഭാവകളാണ്. ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാലും സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയും അല്ല. സൂപ്പർ സ്റ്റാർ എന്തോ സൂപ്പർ സ്റ്റാറാ. നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്ക് സ്നേഹമില്ലേ? ഇവനൊക്കെ അധികാരത്തിൽ വന്ന പള്ളിക്കുടത്തിൽ പോയിട്ടില്ലാത്തവന്മാർ ഭരിക്കുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം വരുന്നത്. പറഞ്ഞാൽ കൂടിപ്പോവും. എന്തായാലും എന്നിട്ട് പറയുക, വിസ്മയ അഭിനയിച്ച സിനിമ വന്നാൽ ഞങ്ങൾ കാണില്ല. നേടാ 40 വർഷം 42 വർഷമായി മോഹൻലാൽ സിനിമയിൽ വന്നിട്ട്. അന്ന് നീയൊക്കെ സിനിമ കണ്ടിട്ടല്ല മോഹൻലാൽ താരമായി വളർന്നത്. മോഹൻലാലിനെ ജാതിയില്ലാതെ മതമില്ലാതെ രാഷ്ട്രീയമില്ലാതെ അയാൾ അഭിനയിക്കുന്നതിൻ്റെ അത്ഭുതം കണ്ട് സ്ക്രീനിൽ കണ്ടാണ് ആളുകൾ തിയേറ്ററിൽ കയറുന്നത്. നിൻ്റെ ഒന്നും ഒരു ഓശാരും വേണ്ട, നീ ഒന്നും സിനിമ കാണണ്ടെന്നേ. എമ്പരാൻ വന്നപ്പോഴും പറഞ്ഞു ഞങ്ങൾ കാണൂലെന്ന്. എടാ നിന്നെയൊക്കെ ആരെങ്കിലും സിനിമ കാണാൻ വിളിക്കുന്നുണ്ടോ? വേറെ പണി നോക്കടാ ചാണക തലയന്മാരെ. വിസ്മയുടെ പടം വന്നാൽ കാണൂലെന്ന്. ഞാനിതാ ഇപ്പോൾ പറയുന്നു, വിസ്മയ അഭിനയിച്ചത് ചിലപ്പോൾ ഒരു തല്ലിപ്പൊളി പടമായിരിക്കാം. കേരളത്തിലെ യുവജന സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് ആ കുട്ടിയോടൊപ്പം അണിനിരന്ന് ആ സിനിമ സൂപ്പർ ഹിറ്റാക്കണമെന്ന് ഞാൻ പറയും. ആന്റണിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, വിസ്മയെ വിജയിപ്പിക്കണം. കാരണം മോഹൻലാലിന് പോലും ഇല്ലാത്ത ആർജവം, ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാത്ത പ്രണവിന് പോലും ഇല്ലാത്ത ആർജവം വിസ്മയെ പോലെ ഒരു കുട്ടി കാണിച്ചപ്പോൾ പറയാണ്, ഈ മേജർ പറയാണ് അവൾ വിദേശത്ത് പഠിച്ചുകൊണ്ട് രാജ്യസ്നേഹം ഇല്ലാന്ന്. ഇയാളെ നാക്കും പുഴുക്കില്ലേ നിങ്ങൾ ആലോചിച്ച്? മോഹൻലാലിനോ മോഹൻലാലിൻ്റെ കുടുംബത്തിനോ രാജ്യസ്നേഹം ഇല്ലാത്തവരാണോ? തൻ്റെ ഉണക്ക പാർട്ടിയെ പിന്തുണച്ചാൽ മാത്രമേ രാജ്യസ്നേഹം വരുള്ളൂ. എനിക്ക് ഒരുപാട് ചൊറിഞ്ഞു വരുന്നു മേജറെ. വൃത്തികെട്ട വർത്തമാനം പറയുന്നതിനൊക്കെ ഒരു ഒരു എന്താ പറയുക, അതിർവരമ്പ് വേണം. സുരേഷ് കുമാറൊക്കെ ഇത് കേൾക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സുരേഷ് കുമാറൊന്നും ഇടപെടില്ല. കാരണം മോഹൻലാലും ആൻ്റണിയും ഒക്കെ ഈ മേജർമാരെ പോലെയുള്ളവന്മാരെ പൊക്കിക്കൊണ്ട് നടക്കുന്നവന്മാരായതുകൊണ്ട് സുരേഷ് ഒന്നും ഇടപെടില്ല. രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന വിസ്മയെ ആര് മേജർ എന്തെല്ലാം കേസുകൾ അയാളെ പേരിലുണ്ടെന്ന് അന്വേഷിച്ച് നോക്കൂ. അയാളാണ് രാജ്യസ്നേഹം ചിരയ്ക്കാൻ നടക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ മൂഡ് ഓഫ് ആവും. അതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ നല്ല സ്മൂത്തായിട്ട് കഥ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഒരു കഥ അണ്ണ മാത്രമല്ല എല്ലാവരും മൂഡ് ഓഫ് ആവുന്നതല്ല, എല്ലാവർക്കും ഒരു പ്രഷർ കയറും ഇതൊക്കെ കേൾക്കുമ്പോൾ. ഈ പറയുന്നത് പോലെ എവർക്കൊക്കെ ആവശ്യം ഇതാണെന്ന് ഈ പറഞ്ഞില്ലയോ, ഈ നെഗറ്റീവ് കോൺട്രവേഴ്സി ഉണ്ടാക്കി മീഡിയ അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ള ഇവരൊരു സ്ട്രാറ്റജിയാണ്. അത് നമുക്കറിയാമല്ലോ ഒരു കേസിട്ട്. എന്നാലോ എല്ലാത്തിനും ഒരു മര്യാദയൊക്കെ വേണ്ടായോടെ, കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങണ്ടായോടെ. ഞാൻ മറ്റേ പിള്ളേരുടെ വീഡിയോ വെക്കാൻ, അത് ഞാൻ ഇനി ഒരു ഷോർട്സ് ആയിട്ട് ഇടാം. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതൊരു 2 മിനിറ്റിന് അടുത്തുള്ളൊരു വീഡിയോ ആണ്. ഒന്നാമത്തെ കാര്യം വീഡിയോക്ക് ലെങ്ത് കൂടും. അത് മാത്രമല്ല അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അപ്പം അത് ഞാൻ ഇല്ലാത്തത് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാം ഒന്ന് കാണുക. അതിനകത്ത് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കണക്റ്റ് ആവുന്ന കുറച്ച് വേർഡ് അതിനകത്ത് കാണും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയിക്കുക. രാജ്യം നമ്മുടെ എല്ലാവരുടെയാണ്. പുതിയ തലമുറ വരികയാണ്. അവർക്ക് ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയത്തോടോ അല്ലാതെ ഈ പറയുന്ന കോൺഗ്രസിനോടോ കമ്മ്യൂണിസ്റ്റിനോടോ ഒന്നും ഒരു മമതയില്ല. അവരുടെ രാഷ്ട്രീയം ചിന്തയും കാര്യങ്ങളും ഒക്കെ വേറെയാണ്, വേറെ തട്ടിലാണ് അവർ. അതാണ് തെളിയിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അറിഞ്ഞ്, ജനഹിതം അറിഞ്ഞ്, യുവത്വത്തെ അറിഞ്ഞ് രാഷ്ട്രീയക്കാരൊക്കെ നിന്നാലും മുമ്പോട്ട് പോയാലും കൊള്ളാം. ആശയം നല്ല രീതിയിലുള്ള ആശയമായിട്ട് വരിക, ആശയം കൊണ്ട് നേരിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ വർഗീയത പറഞ്ഞുള്ള ആശയം ഉണ്ടല്ലോ, അതൊന്നും ഒരു ആശയമല്ല. അതറിയാല്ല, അത് നിലപാടില്ലാത്തവരുടെ ആശയമാണ് ഈ വർഗീയത എന്ന് പറയുന്നത്. വെറും അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പറയണ്ട. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ പ്രിയമുള്ളവരെല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് തരിക. വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.